അപ്പോൾ നമ്മുടെ കല്യാണ വിശേഷങ്ങളുടെ ഫൈനൽ പാർട്ടാണ് കേട്ടോ ഇന്ന്. ഇപ്പം ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ചെറായി ബീച്ച് റിസോർട്ടിലേക്കാണ്. അവിടെയാണ് നമ്മൾ ഫാമിലി എല്ലാവർക്കും തന്നെ സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ കല്യാണ തലേന്നാണ്. ഞങ്ങളപ്പോൾ ഇവിടെ വെച്ച് തന്നെയാണ് പുടവ കൊടുക്കുന്ന പരിപാടി എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ കല്യാണം മറ്റൊരു റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പം ഓൾമോസ്റ്റ് എല്ലാ റിലേറ്റീവ്സും തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റേക്ക് വേണ്ടിയിട്ട് ഓരോരോ കോട്ടേജ് ആയിട്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വൈകിട്ടത്തെ പരിപാടിക്കും ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു കേട്ടോ. അത് സെറ്റ് സാരിയോ സെറ്റും കൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വന്ന ഉടനെ തന്നെ വേഗം പോയി റെഡിയായി. എല്ലാവരും തന്നെ സെറ്റും കൊടുത്തിട്ട് ആയിരുന്നു. അപ്പോൾ നമ്മുടെ റിസോർട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ല സ്റ്റേ ആയിരുന്നു കേട്ടോ. റിസോർട്ട് വന്നിട്ട് ബീച്ച് സൈഡ് തന്നെയായിരുന്നു. അതുപോലെ അത്യാവശ്യം നല്ല വ്യൂ ഉള്ള ഒരു റിസോർട്ടായിരുന്നു കേട്ടോ. അപ്പോൾ കോട്ടേജ് പോലെയാണ് എല്ലാം വരുന്നത്. അതുപോലെ റെസ്റ്റോറൻറ്റ് അവൈലബിലിറ്റി എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. ഫുഡും അത്യാവശ്യം നല്ലത് തന്നെയായിരുന്നു. ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലാതെ ഫാമിലി മാത്രമുള്ളൊരു ചെറിയ പരിപാടിയായിരുന്നു കേട്ടോ ഈ പുടവ കൊടുക്കൽ ചടങ്ങ്. അതുകൊണ്ട് തന്നെ മേക്കപ്പൊന്നും പുറത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കസിൻസ് തന്നെയാട്ടോ എല്ലാം ചെയ്തിരുന്നത്. അവർ നല്ല ഭംഗിയായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രേപ്പിങ്ങും ഹെയർ സ്റ്റൈലിങ്ങും മേക്കപ്പും എല്ലാം അവർ തന്നെയാട്ടോ. അപ്പോൾ അവർ 6 മണിയോട് കൂടി അവരെല്ലാവരും എത്തി പുടവയൊക്കെ കൊടുത്തു. ചടങ്ങെല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു കേട്ടോ. ശേഷം വീണ്ടും റൂമിൽ പോയി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയി. അപ്പോൾ എല്ലാം തന്നെ നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ വെജും നോൺ വെജും ആയിട്ട് അത്യാവശ്യം നല്ല ഡിഷസൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം തന്നെ നല്ലതായിരുന്നു. അപ്പോൾ ഈ കോട്ടേജിൽ വരുന്നത് ഒരു ചെറിയ ലിവിങ് റൂമോട് കൂടിയിട്ടുള്ളൊരു ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു ബാത്റൂം പിന്നെ ഒരു മിനി ഫ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നല്ല ഫെസിലിറ്റീസ് ആയിരുന്നു. സ്റ്റേ ചെയ്യാനായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കസിൻസ് എല്ലാവരുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഒത്തിരി ലേറ്റ് ആയിട്ടാണ് അന്നത്തെ ദിവസം ഉറങ്ങിയത്. പിറ്റേന്ന് വേഗം തന്നെ റെഡിയായിട്ട് നമ്മുടെ കല്യാണം നടക്കുന്ന റിസോർട്ടിലേക്ക് എല്ലാവരും കൂടി പോയിട്ട്, അതും അടുത്ത് തന്നെയാണ്. ഒരു 5 മിനിറ്റ്സ് യാത്ര അവിടെ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കല്യാണ ചടങ്ങുകളെല്ലാം നടന്നത് ഇന്ദിര സാൻഡ്സ് റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് ചെറായിൽ തന്നെയുള്ളൊരു റിസോർട്ടാണ് കേട്ടോ. അവിടെ വെച്ചായിരുന്നു. അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ അവിടുത്തെ. ഇനി നമ്മുടെ കല്യാണപ്പെണ്ണിൻ്റെ അപ്ഡേറ്റ്സ് അറിയണ്ടേ. അപ്പം ഡ്രേപ്പ് ചെയ്തത് നമ്മുടെ ഡ്രേപ്പ് വിത്ത് KP എന്ന് പറഞ്ഞിട്ടൊരു ഫേമസ് ആയിട്ടുള്ളൊരു പേജുണ്ട് ഇൻസ്റ്റയിൽ. എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ റീസെൻ്റ്ലി ആരതിപ്പൊടിയുടെയൊക്കെ കല്യാണത്തിന് ചെയ്തിരുന്ന ആളാണ് കേട്ടോ. അപ്പം അതുപോലെ തന്നെ മേക്കപ്പ് വന്നിട്ട് പാർവതിരാജ് മേക്കപ്പ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജുണ്ട്. അപ്പോൾ ആളാണ് അത് ചെയ്തത്. രണ്ടും അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു ഡ്രീം വെഡ്ഡിങ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ കല്യാണപ്പെണ്ണ് ആഗ്രഹിച്ച പോലെ തന്നെ ഒരു ഡ്രീം വെഡ്ഡിങ് തന്നെയായിരുന്നു കേട്ടോ അന്ന് നടന്നത്. എല്ലാവരും ഒത്തിരി ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഈ കല്യാണം ഗംഭീരമായിട്ട് നടക്കാനായിട്ട് നമ്മുടെ കല്യാണപ്പെണ്ണടക്കം കുറേ പേരുടെ എഫേർട്ട് ഉണ്ട് കേട്ടോ അതിൻ്റെ പുറകിൽ. അങ്ങനെ ഞങ്ങളുടെ അമ്മു ഹാപ്പിലി മാരീഡ് വിത്ത് സത്യു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബായ്.